എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഫോസിസിൻ്റെ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇൻഫോസിസിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി ചെയ്യുന്നതിന് മുമ്പ് ഇൻഫോസിസിൻ്റെ ചാർട്ട് നമ്മളൊന്ന് നോക്കേണ്ടി വരും. എവിടെയൊക്കെയാണ് റെസിസ്റ്റൻസ് പോയിന്റ്, എവിടെയൊക്കെയാണ് സപ്പോർട്ട് പോയിന്റ് എന്ന് നോക്കേണ്ടി വരും. അതനുസരിച്ച് വേണം നമുക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് സാധ്യതയുണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ആവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കണം. അതുകൂടാണ്ട് എവിടെയൊക്കെയാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വന്നിട്ടുള്ളത്, കോളിൽ എവിടെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കൂടുതൽ, പുട്ടിൽ എവിടെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കൂടുതൽ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇൻഫോസിസിൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഇൻഫോസിസിൻ്റെ ചാർട്ട്. നമുക്കിവിടെ ചാർട്ടിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു പ്രീവിയസ്. ആ റെസിസ്റ്റൻസ് ആണ് വിത്ത് വോളിയത്തോടുകൂടി കയറിപ്പോയത്. പക്ഷെ ആ റെസിസ്റ്റൻസ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. വീണ്ടും അത് ഇങ്ങനെ താഴ്ന്നിട്ട് ഇവിടെ വന്നു നിന്നു. എന്നിട്ട് ഒരു നാരോ റേഞ്ചിൽ ഇടുക. അപ്പോൾ ഇനിയുള്ള നമുക്കുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഏകദേശം ഒരു 15,580 ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത് ഇൻഫോസിസിൽ. ഈ റേഞ്ച് ഇവിടെ താഴേക്ക് വന്നാൽ നമുക്ക് ഏകദേശം 1500 ഒരു സപ്പോർട്ടും കാണുന്നുണ്ട് നമ്മൾ ഇത് ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ മന്ത്ലി ക്ലോസിങ് നടന്നാൽ നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ആയിരിക്കും ഈ ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ, ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ വീണ്ടും ഒരു അപ്പ് സൈഡിലേക്കാണ് പോവുക ചാൻസ്. അപ്പോൾ നമുക്ക് ലോസ് ഇവിടെ തൊട്ട് നമുക്ക് ലോസ് തുടങ്ങും. താഴേക്കും നമുക്ക് ഇവിടെയും വരെ നമുക്ക് പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ഇതിൽ താഴെ വന്നാൽ നമുക്ക് ലോസ് തുടങ്ങുക അതിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ട് മേജർ പോയിന്റ്സ്, ഇതും ഈ റെഡ് കാൻഡിലിൻ്റെ ഇവിടെയും. ഇതിനുള്ളിൽ ക്ലോസിങ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഡാറ്റയും കൂടി ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ NSE സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇൻഫോസിസിൻ്റെ ഓപ്ഷൻ ഡാറ്റയുടെ നോക്കണം. നമ്മൾ ഇൻഫോസിസ് ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൽ വന്നിട്ടുണ്ട് ഇൻഫോസിസിൻ്റെ ഓപ്ഷൻ ഡാറ്റ. നമുക്ക് നോക്കാം. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 1500 പുട്ടിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കിട്ടുക. അതായത് ഇന്നത്തെ 4892 ലോട്ടഡ് ഇന്ന് ഇതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 1500 പുട്ട്. അപ്പോൾ ഇവിടെ ഒരു 1500 ഇവിടെ ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ കോളിൽ നോക്കുമ്പോൾ നമ്മൾ 1600 കോളിൽ ഏകദേശം 12,167 ലോട്ട്. അപ്പോൾ 1600-ഉം 1500 ഇടയിലാണ് മിക്കവാറും എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ മുകളിലേക്കും പോവാം താഴേക്കും പോവാം. അത് ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോവില്ല എന്ന് ഉറപ്പൊന്നും പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും നമുക്ക് ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കണ്ടീഷൻ, സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്ന ഒരു കണ്ടീഷൻ മാത്രമാണിത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ ക്ലോസ് ചെയ്യുന്ന ഇതിലായിരിക്കണം നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻ സ്ട്രാറ്റജിയിലേക്ക് പോവാം. നമുക്കിവിടെ ഇൻഫോസിസ് ഇൻഫി എന്ന് അടിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇവിടെ നമുക്ക് 1600 കോള് നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു ലോട്ട് 1860 ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ആഡ് കൊടുക്കുന്നു. 1500 PE നമ്മൾ സെല്ല് ചെയ്യുന്നു, അത് സെല്ല്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെല്ല് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്ക് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഇത് രണ്ട് സെല്ല്. പക്ഷേ ഇങ്ങനെ രണ്ടും നേക്കഡ് പൊസിഷൻ സെല്ല് ചെയ്താൽ അത് ഏതെങ്കിലും സൈഡിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ലോസ് കണ്ട ഇവിടെ കാണിക്കണം. മാക്സിമം ലോസ് അണ്ടർ ഫൈൻഡ്, അതായത് അൺലിമിറ്റഡ് ലോസ് തന്നെ ആയിരിക്കും ഏതെങ്കിലും സൈഡിൽ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഹെഡ്ജിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഹെഡ്ജിങ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ 1500 പുട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, 1470 ഒരു പുട്ട് ബൈ ചെയ്തിടാം, ഹെഡ് ചെയ്യാനായിട്ട് ബൈ ചെയ്തു. 23.95 ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് 1600 കോള് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഹെഡ്ജിങ് പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 1630 ഒരു കോള് നമ്മളിവിടെ ബൈയും ചെയ്തു. 12.65 ഇവിടെ റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി ഇങ്ങനെ വന്നപ്പോൾ ഇത് അൺലിമിറ്റഡ് ലോസ് അല്ല വന്നത്, കാരണം മാക്സിമം ലോസ് 5200 വരെ ഉള്ളൂ. അത് മാർക്കറ്റ് എവിടേക്ക് പോയാലും അത്രയും ലോസ് നമുക്ക് സംഭവിക്കുന്നുള്ളൂ. മാക്സിമം പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞ ആ പോയിന്റിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 6800 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് 6800 പ്രോഫിറ്റ് കാണിക്കും. നമ്മൾ പറഞ്ഞ ആ ഏരിയയ്ക്കും മുകളിലോ അല്ല താഴേക്കോ വരികയാണെങ്കിൽ 5200. അപ്പോൾ ലോസും പ്രോഫിറ്റും ലിമിറ്റഡ് ആണ് ഇതിൽ. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. 1600 കോള് 18 രൂപ 60 പൈസയ്ക്ക് ഒന്ന് സെല്ലാണ് ഉള്ളത്. അതുകൂടാണ്ട് 1500 പുട്ട് അത് 35 രൂപയ്ക്ക് സെല്ലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ രണ്ട് ഹെഡ്ജ് ചെയ്യാനായിട്ട് 1470 പുട്ട് 23.95 നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് 1630 കോള് 12.65 അത് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തു വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രോഫിറ്റ് ഏരിയ വരുന്നത്. വേണ്ട, അതായത് നമ്മൾ പറഞ്ഞ റേറ്റ് തന്നെ, അതായത് 1483 ഈ പോയിന്റ് 1483. അപ്പ് സൈഡിലേക്കാണെങ്കിൽ 1617. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇൻഫോസിസ് പോയാൽ നമുക്ക് ലോസ് തുടങ്ങും, ഇതിന് താഴേക്കും പോയാൽ നമുക്ക് ലോസ്. അപ്പോൾ ഇതിനുള്ളിൽ മന്ത്ലി ക്ലോസിങ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 6800 പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഇനി മുകളിലേക്ക് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ പൊസിഷൻ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ചെറിയ ലോസ് ഉണ്ടാവുള്ളൂ. അതുപോലെ താഴേക്ക് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഈ പൊസിഷൻ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ രണ്ട് ഏരിയയിലും വെച്ച് നമ്മൾ പൊസിഷൻ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ സേഫ്റ്റി ആയിരിക്കും, ചെറിയൊരു ലോസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻഫോസിസിൻ്റെ ചാർട്ടിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി. അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ നല്ല കണ്ടൻറ്റായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.